റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടം പൂർണ്ണമായും അടച്ചുപൂട്ടിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വാണിജ്യ വ്യവസായ കാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിടം സീൽ ചെയ്തത്. ഈ കെട്ടിടത്തിൽ താമസ ലൈസൻസ് ഉള്ള കെട്ടിടത്തിൽ 6ഓളം മുറികളിലായി തയ്യൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. 6 മുറികളിലായി തയ്യൽ മെഷീനുകളും ഹാങ്ങറുകളും ഈ തയ്യൽ സാമഗ്രികളും തുണികളും ഒക്കെ അലങ്കോലപ്പെട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അധികൃതർ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാണിജ്യ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനദണ്ഡവും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ആരാണ് ഈ സ്ഥാപനം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയാണെന്നും അധികൃതർ പറയുന്നു. രാജ്യത്ത് എല്ലാ ബിസിനസ്സുകളും നടത്തുമ്പോഴും വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അംഗീകൃത ലൈസൻസ് സ്വന്തമാക്കിയിരിക്കണം, മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിക്കുകയും വേണമെന്ന് അധികൃതർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ മുഹറഖിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കടകളിൽ അധികൃതർ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സൂപ്പർ മാർക്കറ്റുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന കടകളും ആഡംബര വസ്തുക്കൾ വിൽക്കുന്ന കടകളും അടക്കം നിരവധി കടകളിൽ അധികൃതർ പരിശോധന നടത്തി. വില അടക്കമുള്ള കാര്യങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതടക്കം പരിശോധിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ തയ്യൽ യൂണിറ്റുകൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപകമാക്കുമെന്നും നിയമലംഘകരെ കണ്ടെത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.